നമസ്കാരം. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഒരുപാട് ഉപകാരം ചെയ്ത ഒരാൾ ഒരു നന്ദിയും എന്നോട് കാണിച്ചില്ല, എനിക്ക് തിരിച്ച് ഇങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിരാശ, ദേഷ്യം, സങ്കടം എല്ലാം വരാൻ കാരണം? എനിക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റി എൻ്റെ കയ്യിൽ കുറേ കോച്ചിങ് നടത്തി. കോച്ചിങ് അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങളടുത്ത് പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതം വല്ലാതെ മാറി എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കൽ ടെസ്റ്റിമോണി ചോദിച്ചു. ആ ടെസ്റ്റിമോണി അദ്ദേഹം തന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു, ഈ നന്ദി കാണിക്കാത്ത ആൾക്കല്ലേ നിങ്ങളിത് ചെയ്തത് എന്നാണ്. ഞാനതിന് പറഞ്ഞ വാക്യം ഇതാണ്: നമ്മളതിൽ വേദനിക്കുകയോ ദേഷ്യമോ വിഷമമോ ഇല്ല. കാരണം ഒരു കോണിയുടെ പണി, ഒരു എലിവേറ്ററിൻ്റെ പണി കയറ്റി വിടുക എന്നതാണ്. കയറിപ്പോയവൻ കോണീനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് കോണി ആഗ്രഹിക്കുന്നത് എന്തും മണ്ടത്തരമാണ്. എലിവേറ്ററിൽ നിന്ന് കയറിപ്പോയവൻ അയാളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് അയാൾ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടുത്ത എലിവേറ്ററിനെ അയാൾ കണ്ടെത്തിയിട്ടുണ്ടാവും, അയാളുടെ അടുത്ത കോണീനെ അയാൾ അന്വേഷിച്ച് പോയിട്ടുണ്ടാകും. ഈ കോണി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ കോണിയുടെ പണി ആദ്യത്തെ നിലയാണെങ്കിൽ ആദ്യത്തെ നില കയറ്റി വിടുക എന്നതാണ്. ഞാനൊരു കോണിയാണെന്നോ, ഞാനൊരു എലിവേറ്റർ ആണെന്നോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് എൻ്റെ റോൾ എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും എന്നതാണ്. നമ്മുടെ ഓഫീസിൽ ചിലപ്പോൾ ആളുകൾ നന്ദി കാണിക്കാതെ പോയേക്കാം. തിരിച്ചവർ വരുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം, വൈരാഗ്യം തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു കോണിയാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആ കോണികളെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നത് അവരുടെ തെറ്റായതുകൊണ്ടല്ല, കോണി മണ്ടനായതുകൊണ്ടല്ല, കോണിയുടെ കർത്തവ്യം, കടമ അതായതുകൊണ്ടാണ്. നിങ്ങൾ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മക്കൾ, 5-6 മക്കളുണ്ടെന്ന് കരുതുക. ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ അച്ഛനും അമ്മയെ നന്നായി നോക്കും, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടി. എന്നാൽ ഈ അച്ഛനമ്മ ദൂരെയുള്ള ഒരു മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ വളരെ അഭിമാനത്തിൽ പറയും. ഇത് നോക്കുന്ന ഈ മകനോ മകൾക്കോ വല്ലാത്ത വിഷമം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്, ഞാനിങ്ങനെ ഒരു പണിയെടുത്ത് ഇവർക്ക് വേണ്ടി, പക്ഷേ ഒരു നന്ദി പോലും ഇല്ല. അത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റോൾ അതാണ്. അവരെ നോക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. അത് നിങ്ങൾ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് എന്തിനാണ് ഇത്രയും വലിയ വിഷമം പറയണതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഏണി പറയേണ്ട ആവശ്യമുണ്ടോ, കയറിപ്പോയവൻ തിരിഞ്ഞു നോക്കിയില്ല എന്ന്? അപ്പം മറ്റുള്ള മക്കളുടെ കർത്തവ്യം അതല്ല, അവർ വേറെന്തോ കാര്യമാണ്. എൻ്റെ കർത്തവ്യം ഇവരെ നോക്കലാണ് എന്നതാണ് എൻ്റെ റോൾ എന്ന് നമുക്ക് ബോധ്യം വന്നാൽ അത് ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് നമ്മൾ ഉപകാരം ചെയ്ത പലരും പുറത്തു പോയി നമ്മളെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായി പറയുമ്പോൾ നമ്മൾ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതെന്ത് തെറ്റാണ്? നമ്മളിങ്ങനെ ചെയ്തത് കൊണ്ട് അവരങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് എങ്ങനെയാണ്? കോണി കയറ്റിവിട്ടവൻ 2ാമത്തെ നിലയിൽ കടന്ന് 3ാമത്തെ നിലയിൽ പോകരുതെന്ന് പറയുന്നത് എന്ത് തെറ്റാണ്? അയാൾ പോകും. അയാൾ കഴിവുള്ളവനാണെങ്കിൽ പുതിയ ഏണികൾ കണ്ടെത്തും, പുതിയ ജീവിതം തുടങ്ങും. നമ്മുടെ കർമ്മം എന്താണ്, നമ്മുടെ കർത്തവ്യം എന്താണ്? അങ്ങനെ നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ കയറിപ്പോയ ഒരാൾ പിന്നീട് ഏതെങ്കിലും കാരണവശാൽ താഴെ വന്ന് തിരികെ കയറാൻ നോക്കുമ്പോൾ നമ്മൾ ഇനി ഈ കോണിയിൽ കയറില്ല എന്ന് നമ്മൾ പറയാറില്ല. എത്ര തവണ കയറി ഇറങ്ങിയ ആളായാലും തിരികെ കയറാൻ അനുവദിക്കുന്നതിൻ്റെ പേരാണ് കോണി. ജീവിതത്തിൽ ഞാനൊരു കോണിയാണെന്ന തിരിച്ചറിവ് പോലെ, ഞാനൊരു എലിവേറ്ററാണെന്ന തിരിച്ചറിവ് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല എന്നതാണ്. എന്താ ഏറ്റവും വലിയ വിഷമം? നല്ല കാര്യം ചെയ്യുകയും ചെയ്തു നിങ്ങൾ, എന്നിട്ട് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യുന്നു. എന്തു ട്രാജഡിയാണിത്? നല്ല കാര്യം ചെയ്താൽ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നല്ല കാര്യം ചെയ്താൽ എന്തിനാണ് വിഷമിക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇത്തരം ചിന്തകൾ സഹായകരമാണ്. നന്മ ചെയ്യുന്നവർക്ക് അവരുടെ റോൾ അറിയാമെങ്കിൽ നിരാശകൾ ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ജീവിത ചിന്തകളും എൻ്റെ ജീവിതാനുഭവവും എന്നെ പഠിപ്പിക്കുന്നത്. താങ്ക് യു.